മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നാളെ നമുക്ക് കേരള പാഠാവലിയാണ് എക്സാം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുള്ളതെന്നും ഈ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും നിങ്ങൾക്കും ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. ഒന്നാമത്തേത് വായിക്കാം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ്. അപ്പോൾ സാധാരണ ഈ ഒരു പ്രവർത്തനം തന്നെയാണ് ആദ്യത്തേതായിട്ട് വരാറ്. ഒന്നുകിൽ കഥാഭാഗം അല്ലെങ്കിൽ ഗദ്യഭാഗം തന്നിട്ട് അല്ലെങ്കിൽ കവിതാഭാഗം തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാവും. അപ്പോൾ തന്നിട്ടുള്ളത് എന്താണ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓരോന്നിനായിട്ട് ഉത്തരം എഴുതാം. ഇവിടെ മധുരം മലയാളം എന്ന് പറയുന്ന കവിതയാണ് തന്നിട്ടുള്ളത്. മധുരം മലയാളം, നമ്മുടെ ഹൃദയം മലയാളം, മണ്ണിൻ ഗന്ധം മലയാളം, പുഴയുടെ താളം മലയാളം, കിളുന്നു ചുണ്ടുകൾ ആദ്യം മോദി അമ്മ മലയാളം, സ്നേഹത്തിൻ പുതു നാമ്പുകളായി നമ്മുടെ മലയാളം, കാറ്റിലാടും തെങ്ങോലകളുടെ താളം മലയാളം, കാട്ടാറിൻ്റെ കളകളനാദം നമ്മുടെ മലയാളം, വയലേലകൾ വിയർപ്പു ഗന്ധം നമ്മുടെ മലയാളം, പണിശാലകളുടെ നെടുവീർപ്പിൻ്റെ താളം മലയാളം. ഇനി ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. ഒന്ന്, മലയാളവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ മധുരം സ്വപ്നം തിളക്കം, ഹൃദയം മധുരം താളം, തിളക്കം ഹൃദയം സ്വപ്നം, സ്വപ്നം താളം ഹൃദയം. ഇതിൽ ഹൃദയം മധുരം താളം എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ട് ഉത്തരമായിട്ട് വരേണ്ടത്. 2, കാട്ടാറിൻ്റെ കളകളനാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മലയാള ഭാഷ കാട്ടിലാണ് ജനിച്ചത്. മലയാള ഭാഷയിലെ കവിതകൾ കൂടുതലും കാട്ടാറുകളെ കുറിച്ചാണ്. മലയാള ഭാഷ പുഴയൊഴുകും പോലെ സംഗീതമാണ്. മലയാള ഭാഷ കാട്ടാറിൻ്റെ ജലം പോലെ തെളിഞ്ഞതാണ്. ഇതിലേതാണ്? മലയാള ഭാഷ പുഴയൊഴുകും പോലെ സംഗീതമാണ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സി ചോദ്യം, മലയാളം എന്നതിൻ്റെ പുതുനാമ്പുകൾ എന്നാണ് കവി പറയുന്നത്. മലയാളം എന്തിൻ്റെ പുതുനാമ്പുകൾ എന്താണ്? എന്തിൻ്റെയാണ്? സന്തോഷം, സ്നേഹം, സങ്കടം, ദേഷ്യം. എന്തിൻ്റേതാണ്? സ്നേഹത്തിൻ്റേതാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി സ്നേഹം എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഡി ചോദ്യം, കവിതയുടെ പ്രധാന ആശയം സൂചിപ്പിക്കുന്നത് പുഴയുടെ താളത്തെക്കുറിച്ച്, കാട്ടാറിൻ്റെ കളകളനാദത്തെക്കുറിച്ച്, വയലുകളെക്കുറിച്ച്, മലയാള ഭാഷയെക്കുറിച്ച്. ഏതാണ്? മലയാള ഭാഷയെക്കുറിച്ച് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഇനി രണ്ടാമത്തേത് മഴയനുഭവമാണ് പറയുന്നത്. ചാറ്റൽ മഴയും പേമാരിയും നമുക്കറിയാം സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെ മഴ വല്ലാതെ സങ്കടപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മഴയനുഭവം എഴുതാനാണ് പറയുന്നത്. മഴ എന്ന് പറയുന്നത് സന്തോഷം മാത്രമല്ല സങ്കടം നമ്മുടെ മനസ്സിലുണ്ടാക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്കുണ്ടായ സന്തോഷമായിട്ടുള്ള അനുഭവത്തെക്കുറിച്ചോ സങ്കടമായ അനുഭവത്തെക്കുറിച്ചോ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ചോദ്യം, പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. വരികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പൂക്കൾ മണ്ണിൻ്റെ ജീവനാണ്. പൂക്കൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. പൂക്കൾ ജീവനുള്ളവയാണ്. പൂക്കൾ സ്വപ്നം കാണുന്നവരാണ്. ഏതാണ്? പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ എന്ന് പറഞ്ഞാൽ പൂക്കൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. പുഴ ഒറ്റരാത്രി കൊണ്ട് സുന്ദരിയാകാൻ കാരണം? കന്നിമഴ, നിലാവ്, പുൽനാമ്പ്, മിന്നാമിനുങ്ങ്. എന്താണ്? കന്നിമഴയാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്തത് ലഘു ഉപന്യാസമാണ്. പ്രകൃതി നമുക്ക് പരിധിയില്ലാത്ത സന്തോഷവും സംതൃപ്തിയും നൽകുന്നു. ഇത്തിരി പൂവേ കുരുന്നുപൂവേ എന്ന യൂണിറ്റിൽ പ്രകൃതിയുടെ സൗന്ദര്യവും സവിശേഷതകളും നാം മനസ്സിലാക്കി ചെടികളും പൂക്കളും കിളികളും മനോഹരമാക്കുന്ന നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് ലഘു ഉപന്യാസം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രകൃതി എന്ന് പറയുന്നത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ ഘടകങ്ങളും ചേർന്നിട്ടുള്ളതാണ് അല്ലേ. പ്രകൃതി നമുക്ക് എന്താണ്? പരിധിയില്ലാത്ത സന്തോഷവും സമൃദ്ധിയും നൽകുന്നുണ്ട്. മനുഷ്യനടക്കമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് പ്രകൃതിയെ ആശ്രയിച്ചാണ്. അപ്പോൾ ചെറിയ പുൽനാമ്പുകൾ, വിരിയുന്ന കുരുന്നു പൂക്കൾ, പാറിപ്പറക്കുന്ന പൂമ്പാറ്റകൾ, മനോഹരമായി പാട്ടുപാടുന്ന കിളികൾ, ഒഴുകുന്ന അരുവികൾ, ഇവയെല്ലാം പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇവയെല്ലാം നമ്മുടെ മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്നുണ്ട്. പ്രകൃതിയിലെ ഓരോ ഘടകത്തിനും അതിൻ്റേതായ സവിശേഷതകളും പ്രാധാന്യവുമുണ്ട്. പ്രകൃതി നമുക്ക് ശുദ്ധമായ വായുവും വെള്ളവും ഭക്ഷണവും ഒക്കെ തരുന്നുണ്ട്. പക്ഷെ എന്താണ്? ഇതൊക്കെ നൽകുന്നുണ്ടെങ്കിലും മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാടുകളെയും പ്രകൃതിയെയും മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ. അടുത്തത് കഥാപാത്ര നിരൂപണമാണ്. നീർനാഗത്തെയും കൊണ്ട് ഞാൻ വീട്ടിലെത്തി. വരാന്തയിലെ വിരിയുടെ ഇടനാഴിയെ തൂക്കിയിട്ടു. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ് എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദർശനം നീർനാഗം എന്ന പാഠഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ബഷീർ കഥാപാത്രത്തിൻ്റെ സവിശേഷതകളും വായനയിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളും ഉൾപ്പെടുത്തി ബഷീർ കഥാപാത്രത്തിൻ്റെ നിരൂപണമാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബഷീറിൻ്റെ നീർനാഗം എന്ന കഥയിലെ പ്രധാന കഥാപാത്രം ആരാണ്? ബഷീർ തന്നെയാണ് അല്ലേ. അപ്പോൾ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന ഉദാത്തമായ ദർശനം പച്ചു പുലർത്തുന്ന ആളാണ് അദ്ദേഹം. പാമ്പിനെ കാണുമ്പോൾ ഭയപ്പെടുകയോ അതിനെ കൊല്ലാൻ മുതിരുകയോ ചെയ്യുന്ന സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനാണ്
ഉദ്യോഗസ്ഥനാണ് ബഷീർ. വീട്ടിലെത്തിയ നീർനാഗത്തെ ഉപദ്രവിക്കാതെ അതിനെ സുരക്ഷിതമായി മാറ്റാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. മൃഗങ്ങളോടും പ്രകൃതിയോടും അനുകമ്പയും സ്നേഹവും കാണിക്കുന്ന വളരെ ഒരു വലിയ മനസ്സിൻ്റെ ഉടമ കൂടിയാണ് ബഷീർ എന്ന് പറയുന്നത്. പാമ്പുകളോടും പക്ഷികളോടും മറ്റു പ്രാണികളോടും എല്ലാത്തിനോടും വളരെ കരുണ കാണിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയാണ് അദ്ദേഹത്തിനുള്ളത്. ഭൂമിയുടെ അവകാശികൾ എന്ന വികാരം വായനക്കാരിലേക്ക് നന്നായിട്ട് ഈ ഒരു കഥയിലൂടെ കഥാപാത്രത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. ഇനി അഞ്ചാമത്തേത് പോസ്റ്റർ അല്ലെങ്കിൽ നോട്ടീസാണ്. പോസ്റ്റർ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഈ ഇഴയടുപ്പം ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. പ്രകൃതിയെ നിരന്തരം ചൂഷണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങി വിവിധ പ്രശ്നങ്ങൾ നാം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം അവതരിപ്പിക്കുന്ന പോസ്റ്റർ എഴുതാനാണ്. പോസ്റ്റർ എന്നുണ്ടായിരിക്കണം, തലക്കെട്ടുണ്ടായിരിക്കണം, പ്രകൃതി സംരക്ഷണം. എന്നിട്ട് എന്താണ്, പ്രകൃതി നമ്മുടെ അമ്മയാണ്, അതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചിത്രം കൂടെ വരച്ചു കൊടുക്കുക, ഒരു ബോക്സിലാക്കിയിട്ട് എഴുതാനും ശ്രദ്ധിക്കുക. ഇനി അടുത്ത നോട്ടീസാണ്. സ്കൂളിൽ നടക്കുന്ന ബഷീർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട നോട്ടീസ് തയ്യാറാക്കാനാണ്. അതിലെന്ത് വേണം? തലക്കെട്ട്, ഉദ്ഘാടനം, തീയതി, അതിഥികൾ, വായനാ മത്സരങ്ങൾ, അതുപോലെ തന്നെ സമ്മാനദാനം എന്നിവയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ നോട്ടീസ് എന്ന് എഴുതുക. എന്ത് നോട്ടീസാണ്? ബഷീർ അനുസ്മരണമാണ് അല്ലേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മലയാളത്തിൻ്റെ പ്രിയ കഥാകൃത്ത് മുഹമ്മദ് ബഷീറിൻ്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ മാതൃഭാഷാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബഷീർ അനുസ്മരണം ആഘോഷിക്കുന്നു. ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രത്യേക പരിപാടികൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൊടുക്കുക. തീയതി, സമയം, സ്ഥലം, ഉദ്ഘാടനം, മുഖ്യാതിഥി, ഇതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യണം. പ്രത്യേക പരിപാടികൾ: പ്രാർത്ഥന, സ്വാഗതം, ഉദ്ഘാടനം, വായന മത്സരങ്ങൾക്കുള്ള സമ്മാനദാനം, ബഷീർ പുസ്തക പ്രകാശനം, നന്ദി, വിദ്യാരംഗം കൺവീനർ, എല്ലാവരുടെയും സഹകരണം സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് ആരാണ് സെക്രട്ടറി, മാതൃഭാഷ സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അടുത്തത് ഒരു ജീവചരിത്ര കുറിപ്പ് അല്ലെങ്കിൽ ആസ്വാദന കുറിപ്പാണ്. ജീവചരിത്ര കുറിപ്പ് തന്നിരിക്കുന്ന സൂചനകളും നിങ്ങൾക്ക് അറിയുന്ന വിവരങ്ങളും ഉൾപ്പെടുത്തി കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ്. 18-ാം നൂറ്റാണ്ടിലെ മലയാള ഭാഷാ കവിയാണ്. പാലക്കാട് ജില്ലയിലാണ് ജനനം. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നു. ഓട്ടം, പറയൻ, ശീതങ്കൻ, നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനം, കല്യാണ സൗഗന്ധികം, സംയന്തകം, സഭാപ്രവേശകം, പഞ്ചതന്ത്രം, കിളിപ്പാട്ട് തുടങ്ങിയ പ്രധാന കൃതികളാണ്. അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തെഴുതാം? 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുഞ്ചൻ നമ്പ്യാർ എന്ന ഹെഡിങ് കൊടുക്കണം, തലക്കെട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുരിശി മംഗലത്താണ് അദ്ദേഹം ജനിച്ചത്. മലയാള തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെടുന്നു. തുള്ളൽ പ്രസ്ഥാനത്തെ ഓട്ടം തുള്ളലി, പറയൻ തുള്ളലി, ശീതങ്കൻ തുള്ളലി എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് അദ്ദേഹം. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രധാന സവിശേഷത. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായ ഭാഷാ ശൈലിയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ കല്യാണ സൗഗന്ധികം, സംയന്തകം, സഭാപ്രവേശകം, പഞ്ചതന്ത്രം, കിളിപ്പാട്ട് തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം പ്രവർത്തിക്കുന്നുണ്ട് എന്നും എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള വിവരങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അതിൽ തലക്കെട്ട് എഴുതാൻ നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന, അഡീഷണൽ ആയിട്ട് അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതാം. ഇനി അടുത്തത് ആസ്വാദന കുറിപ്പാണ്. ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. കുഞ്ഞേടത്തി, ONV കുറിപ്പിൻ്റെ കുഞ്ഞേടത്തി എന്ന കവിതയാണ്. അതിലെ താളം, ഇഷ്ടപ്പെട്ട വരികൾ, ഇഷ്ടപ്പെടാനുള്ള കാരണം, സ്വന്തം അനുഭവം എന്നിവ ഉൾപ്പെടുത്തി കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ മലയാളത്തിൻ്റെ പ്രിയ കവി ONV കുറിപ്പ് എഴുതിയ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയാണ് കുഞ്ഞേടത്തി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. പിന്നെ എന്തൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും? ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള വിഷയം എന്താണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതായിരിക്കില്ല നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ തരുന്നത് നന്നായിട്ട് വായിച്ചു നോക്കുക. ഇവിടെ ഒരു ചെറിയ കുട്ടിക്ക് തൻ്റെ മൂത്ത സഹോദരിയോടുള്ള അളവറ്റ സ്നേഹവും ആരാധനയുമാണ് ഈ കവിതയിൽ കാണുന്നത്. അത് സഹോദരങ്ങൾ തമ്മിലുള്ള നിർവാജ്യമായ ബന്ധത്തിൽ ആഴം ഈ വരികളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ ലളിതവും എന്നാൽ ഹൃദയവുമായ ഭാഷയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നാടൻ ശൈലിയും ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ സംസാര രീതിയും കവിതയ്ക്ക് സ്വാഭാവികമായിട്ടുള്ള താളം നൽകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാം. ഓക്കെ. അപ്പോൾ അത്രയുമാണ് ഈ ഒരു ചോദ്യപേപ്പർ വന്നിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക, നല്ല മാർക്കിനെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.